ബാംഗ്ലൂർ ടൗണിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിലെ ചിക്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഹൈവേയിൽ നിന്നും ചിക്പേട്ട് മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു എൻട്രൻസ് ആണെന്ന് പറയാം. ഒരു ജംഗ്ഷൻ പോലുള്ള സംഭവമാണ്. കവല ഇതുപോലത്തെ ചുറ്റിനുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കച്ചവടക്കാരുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ കോഴിക്കോടുകാർക്ക് മിഠായി തെരുവ് എന്ന് പറയുന്ന പോലെയും എറണാകുളംകാർക്ക് ബ്രോഡ്വേ എന്ന് പറയുന്ന പോലെയും തിരുവനന്തപുരംകാർക്ക് ചാല എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ തന്നെയുള്ള സംഭവമാണ്. അപ്പോൾ നല്ല ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. വഴിയോര കച്ചവടക്കാരുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണ സാധനത്തിൻ്റെ അതിൻ്റെ സെക്ഷനുണ്ട്, ഇലക്ട്രോണിക്സ് സാധനത്തിൻ്റെ ഉണ്ട്, തുണിത്തരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വില കൂടുതൽ പറയുക പക്ഷേ നമുക്ക് ചെറിയ റേറ്റിൽ നമ്മളെ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ റേറ്റിലൊക്കെ നമുക്ക് ഞാൻ ഏതായാലും ഏരിയയൊക്കെ ഒന്ന് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആളുകളൊക്കെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഒരുപാട് സാധനങ്ങളൊക്കെ നിറച്ചുണ്ട് ഇവിടെ. ബാഗും കൊടകളും പടികൾ അതുപോലെ തന്നെ ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ. ഒരു അമ്മയൊക്കെ മുടിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ആളുകളെ തട്ടിയിട്ട് മെയിനായിട്ട് നടക്കാൻ പറ്റുന്നില്ല. അത്രയും ക്രൗഡായിട്ടുള്ള ഒരു ഏരിയ ആണിത്. അവിടെ വീതി കുറവാണ്, അതുകൊണ്ട് രണ്ട് സൈഡിലും കടകളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് വീതി കുറവാണ്. ഇവിടെ കരിക്കൊക്കെ അതാ അവിടെ മയിൽപ്പീലി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കൊഴിഞ്ഞാൽ ഉള്ളിലോട്ടേക്ക് ഒന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മര്യാദയ്ക്ക് നേരെ നടക്കാമല്ലോ. അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ലേശം തിരക്കൊഴിഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കണ്ടിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവാം. ഇവിടെ തുണിത്തരത്തിൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ മെയിൻ സെൻറ്ററാണ്. എന്താ കച്ചവടം കുറവുണ്ട്, ആൾക്കാരൊക്കെ ഒരുപാട് കുറവുണ്ട്. മറ്റേ സ്ഥലത്ത് നമുക്ക് പോകാനാവില്ല, നിറച്ച് ഏരിയയിലും ആൾക്കാരാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അപ്പുറം വരാം. ഇടയിൽ കൂടെയൊക്കെ തുള്ളിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ സ്ഥലങ്ങളാണ്, മൊത്തം മെയിൻ ഏരിയ മൊത്തം ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു വെള്ള അമ്പലത്തിൻ്റെ എന്തൊരു സംഭവം കാണുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയി നോക്കാം. അമ്പലത്തിൻ്റെ അടുത്തായത് കൊണ്ടാവാം മറ്റേ മയിൽപ്പീലിക്കാരനൊക്കെ നല്ല തകൃതിയായിട്ട് കച്ചവടം നടത്തുന്നുണ്ട് അവിടെ. ഇതാണ് അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ ഒന്നുമല്ല, നല്ല വ്യത്യസ്തമുണ്ട്. കാരണം വെച്ചാൽ ഉള്ളിലോട്ട് കയറിയാൽ ഹൈറ്റൊക്കെ കുറവാണ്. പിന്നെ ഫുള്ള് കല്ലിൻ്റെ കുത്തനെ വെച്ചിട്ട് ഒറ്റക്കല്ലാന്ന് തോന്നുന്നു. വാർപ്പൊന്നും കാണുന്നൊന്നുമില്ല, ഫുള്ള് കല്ല് തന്നെയാണ് പാകിയിട്ടുള്ളത്. ഫുള്ള് കല്ല് തന്നെ അത്. ഫുള്ള് കല്ലോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇയാളാണ് നമുക്ക് അമ്പലത്തിൻ്റെ പെർമിഷൻ തന്നത് ഫോട്ടോ എടുക്കാൻ. അതും കഴിഞ്ഞ് ഞാൻ നേരെ നടക്കാൻ ഇറങ്ങിക്ക്. ഫുള്ള് ഇതുപോലെ തന്നെയുള്ള ഗ്യാപ്പുകൾ. ഇതെത്ര സാധനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇതൊക്കെ വാങ്ങാനും ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും തിരക്ക് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇവിടെ കുറച്ച് ഒഴിവുണ്ട്. അതിൻ്റെ അകത്തും ഡ്രസ്സുകളുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇപ്പോൾ ഹാർഡ്വെയർ തിങ്സ്, അങ്ങനത്തെ ഐറ്റംസും ഒരുപാട് സാധനങ്ങളുണ്ട്. ജസ്റ്റ് അതിൻ്റെ കൂടികളൊക്കെ. അപ്പോൾ വഴിയുടെ ഉള്ളിൽ കൂടെ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇത്രയും ക്രൗഡായിട്ടുള്ളതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും നടക്കാനുള്ള ഇട പോലും ഇല്ല. അപ്പുറം ഇപ്പുറമൊക്കെ സാധനങ്ങൾ കടുക്കി വെച്ചതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് നൈസായിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. ആരും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വേറെ കച്ചറയോ അതോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും കയ്യിലൊക്കെ നിറച്ച് സാധനങ്ങളുണ്ട്. പോകുന്നവരൊക്കെ എന്തുവണ്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു വേറൊരു റോഡിലേക്ക്, അതിൻ്റെ സെൻറ്ററിൽ വേറെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ വഴിയിൽ കൂടെ നടന്ന് നോക്കാം. അപ്പോൾ ഈ റോഡിങ്ങനെ പോകുന്നുണ്ടെങ്കിലും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇതുപോലെ തന്നെ കുറേ ഇടവഴികളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാരുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എത്ര പേർക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഡെയിലി. ഇതവിടെ ഒരു കന്നഡയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടൊന്നുമില്ല. എന്താ അമ്പലത്തിൻ്റെ എന്താ ബോർഡായിരിക്കാം. എന്നാലും അത് തന്നെ അമ്പലത്തിൻ്റെ ബോർഡ് തന്നെ അവിടെ കാണുന്നുണ്ട് അമ്പലം. ഇത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടൈപ്പുള്ളൊരു അമ്പലമാണ്. മറ്റേത് വെറൊരു കല്ലിൻ്റെ എന്താ പറയുക ഒരു വീടെല്ലാം ഒരു കല്ലും കൊണ്ട് പാകി വെച്ചത്. പക്ഷെ ഇത് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെ ആലയുണ്ട്, 3 പശുക്കളും അതിൻ്റെ അകത്തുണ്ട്. അതേ ഉള്ളൂ, വേറെ ഞാൻ മൂന്നൊക്കെ കറങ്ങി നിൽക്കുന്നേരം ഈ ആല ഒറ്റൊന്നും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ചോളത്തിൻ്റെ ചോളമൊക്കെ എന്തൊക്കെയോ ആൾക്കാരൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. ഭയങ്കര ചോളാന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വില കണ്ടില്ലേ.
അപ്പോൾ ഇങ്ങനെ പോവാം നമുക്ക്. ഇവർ വരുന്നുണ്ട്. എന്തെന്നാ ഇവരെ പറയാന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാ ഇവരെ തമിഴ്നാട്ടിലൊക്കെ അർദ്ധനാരി എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പല പേരുകളിലൊക്കെ ആയിട്ട് അറിയപ്പെടും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ദൈവത്തിൻ്റെ ഒരു ഒരു പ്രതീകമായിട്ടാണ് ഇപ്പോൾ ആളുകളൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവരെയും വഴി കൂടെ പോകുന്ന എല്ലാവരും അനുഗ്രഹിച്ചിട്ടൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനുഗ്രഹം കിട്ടുന്ന പോലെ എന്തെങ്കിലും ചില്ലറയൊക്കെ കൊടുക്കും. അവർ സന്തോഷത്തോടെ വാങ്ങുന്നത്. വേറെ പ്രശ്നങ്ങളായിട്ടുള്ള സംഭവമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ആണ് ഇവർക്കൊരു വിലയില്ലാത്തത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എല്ലാവരും ദൈവതുല്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവരെ കൂട്ടത്തിൽ തന്നെ കുറേ ഉണ്ടാവുമല്ലോ പറയിപ്പിക്കാനായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങ് പറയും. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാലോ ചേട്ടൻ അവിടുന്ന് പൊരി വെക്കുന്നുണ്ട്. ഇപ്പോൾ കനൽ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ ഉരുട്ടിയിട്ടൊക്കെ വെക്കുന്നത്. ഇതൊരു പ്രത്യേക സൈസ് സാധനം, എന്തെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നോക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ പണ്ട് ഈ വിളക്കിൻ്റെ സ്റ്റാൻഡ് പോലത്തെ സംഭവം. ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് നൈസായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അല്ല ചോദിച്ചു നോക്കാം നമുക്ക്. ചേച്ചി നല്ല കച്ചവടത്തിൻ്റെ തിരക്കില്ല. അത് തമിഴ് നാട്ടിലുള്ള ആളാണ്. ഇത് എന്നാ പண்றது? എന്താ സാധനം? വാഴക്കൊമ്പോ? വാഴ ഇതൊക്കെയുള്ള നടുവോ? ഓ കോയിലൊക്കെ അന്നമാര്. ഓ അതിന്റെ സ്റ്റാൻഡ് നടുവിലെപ്പടി കൂട് വെക്കൂ. ചിന്ന വാഴ വെട്ടി ഇതുക്കുള്ള എത്തി വെക്കും. നമ്മുടെ നാട്ടിലൊക്കെ വിളക്കൊക്കെ വെക്കൂലേ സന്ധ്യ നേരത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവർ വാഴ ഇങ്ങനെ കുത്തി വെക്കും. അതിനു വേണ്ടിയാ. എന്താ കിരീടത്തിന് വെക്കുന്ന സാധനമോ? ഡാൻസുകാർക്ക് വേണ്ട ഐറ്റംസ് ആണ് തോന്നുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടിക്കുണ്ടെന്ന് അറിയില്ല. മോഹിനിയാട്ടം അങ്ങനത്തെ സംഭവത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ തോന്നുന്നു. ഇവിടെ മേക്കപ്പിൻ്റെ സാധനങ്ങളുണ്ട്, വാച്ചുണ്ട്, ഫോണിൻ്റെ എന്തോ കാർഡുണ്ട്, വളകളൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. പച്ചക്കറി, അക്കിരിക്ക, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഒക്കെ ഉണ്ട്. എല്ലാ സാധനത്തിൻ്റെ അടുത്തും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഐസ് ഇങ്ങനെ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഒരു ഐസ് വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കുന്നവർക്കേ. നമ്മളതൊന്നും കുടിക്കാൻ നിൽക്കണ്ട. ചോളം ആക്കി കൊടുക്കുന്നുണ്ട് അവിടുന്ന്. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ സെക്ഷനൊക്കെ എത്തി. 2 ചേച്ചിമാർ തുണിക്കടയിലേക്ക് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ചേട്ടാ നന്നായിട്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വെയിലത്ത് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ഞാനിത്ര നേരം ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ ഡ്രസ്സിൻ്റെ കളക്ഷൻ തന്നെയാണ്. ഡ്രസ്സ്, ജാക്കറ്റ്, കോട്ട്, പിന്നെ നമ്മളെ ചൂട് കുപ്പായം, പുതപ്പ്, വിരിപ്പ്, അങ്ങനത്തെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ബെഡ്ഷീറ്റൊക്കെ, പിന്നെ ചുരിദാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ. മൊത്തം എവിടെ നോക്കിയാലും ഡ്രസ്സ് തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. പിന്നെ ഓരോരോ സെപ്പറേറ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പതിയെ ഓരോ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ പല വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട്. അത് അങ്ങനത്തെ ഇലക്ട്രോണിക് സിറ്റിയോ സംഭവമില്ല. നമുക്ക് പോയി നോക്കാം. അങ്ങോട്ടൊക്കെ ഇനി ബാക്കി പോയി നോക്കിയിട്ട് നമുക്ക് കണ്ടിട്ട് മൊത്തത്തിൽ പറഞ്ഞിട്ട് ഇരിക്കാം. അതായിരിക്കും ഇവിടെ ഏറ്റവും നന്നാവുക. ഇതിവിടെ നമ്മളെ ചെറിയ സ്ഥലം പോലെ അല്ലല്ലോ, ഒരുപാട് ഏരിയാസ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിങ്ങനെ കണ്ടിട്ട് മൊത്തം എന്തായാലും ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലം തന്നെയാണ്. നേരെ ഒരിക്കലും നമുക്ക് നടന്നു പോകേണ്ടി പറ്റൂല. ചെരിഞ്ഞ് പിടിച്ചിട്ട് ചെരിഞ്ഞിട്ടൊക്കെ നടക്കാൻ പറ്റൂ. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഉന്തുവണ്ടിയും ബൈക്കുകാരും ബൈക്കിൽ നിന്ന് ലോൺ അടിക്കലും ഓട്ടോറിക്ഷക്കാരും എല്ലാ സൈസ് സംഭവമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ബൈക്കിലൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഗ്യാപ്പിൽ തുണീൻ്റെ ഹോൾസെയിൽ സ്ഥലം തോന്നുന്നു. കാരണം കുറേ ആൾക്കാരൊക്കെ ഉള്ളിൽ ഇരുന്നിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല നല്ല സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി ഇലക്ട്രോണിക്സിൻ്റെ ഏരിയയിലോട്ടേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അതാ പാൻ മസാലകൾക്ക് മാത്രമുള്ള കട. ഉറക്കെ പറഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല. നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൊത്തം ഇലക്ട്രോണിക്സിൻ്റെ ലൈറ്റപ്പിൻ്റെ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. സ്ഥലം ഇപ്പോൾ കാണിച്ചു തരാം. അടിപൊളി. ഇവിടുന്ന് അങ്ങനെ തിരിഞ്ഞാൽ മൊത്തം അങ്ങനത്തെ സ്ഥലങ്ങൾ.
ഇലക്ട്രോണിക്സ് ലൈറ്റ് എല്ലാ സംഭവമുണ്ട്. ചെറിയ റേറ്റൊക്കെ ഉള്ളൂ. നേരത്തെ നമ്മൾ തുണിത്തരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ലൈറ്റ്, പിന്നെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ പ്ലംബിങ്ങിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇലക്ട്രിക്കൽസിൻ്റെ ഷോപ്പാണ്. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല, മൊത്തം പുകയാണ്. ഈ സ്മോക്ക് മെഷീൻ ആരോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുക മൊത്തം അടിച്ചു പോയി. ആഹാ നോക്ക്, നല്ല പള്ളി പെരുന്നാൾ പോലെ ഉണ്ട് എല്ലാം കൂടെ. കുറച്ച് നേരം അവിടെ നിൽക്കുന്ന കണ്ണൊക്കെ അടിച്ചു. നല്ല ഭംഗിയുണ്ട്. ഫുള്ള് ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ റേറ്റേ ഉള്ളൂ അതൊക്കെ. ഇതിപ്പോൾ നമ്മൾ ഇതിലൂടെയൊക്കെ കറങ്ങിയിട്ട് നമ്മൾ പഴയ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ആ ഒരു വേറെ വഴി കൂടെ അപ്പുറത്തൂടെ കറങ്ങി ഇപ്പുറത്തൂടെ എത്തി. ഹൈവേയിൽ നിന്ന് നേരെ നമ്മൾ ചിക്ക്പേട്ടിലേക്ക് കയറുന്ന വഴിയാണ് കാണുന്നത്. രണ്ട് സൈഡിൽ കൂടി റോഡ്, നടുക്കൂടെ ഫുട്പാത്ത്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഏതായാലും ഇത്രയും വലിയ ഫുട്പാത്ത് നടുക്ക് വെച്ചിട്ട് ആൾക്കാർ സഞ്ചിയും തൂക്കി റോഡും കൂടിയാണ് പോകുന്നത്. അതെല്ലാം നന്നായി. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി വെച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കുറേ തപ്പിപ്പോയിക്കുന്നു. എല്ലാം ഒരേപോലത്തെ സ്ഥലങ്ങളാണ്. എങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും വഴി അറിയില്ലെങ്കിലും മാറിപ്പോവും. പിന്നെ ഞാൻ അവിടുന്ന് ലൊക്കേഷൻ വേറെ ഫോണിലേക്ക് മെസ്സേജ് അയച്ച് അഥവാ തെറ്റിപ്പോയിക്കുണ്ടെങ്കിൽ തിരിച്ച് വരണമല്ലോ അവൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിക്കില്ല. കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിക്ക്. റൗണ്ടാണ് ഇതിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഒരു തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇപ്പം നേരെ അപ്പുറത്ത് ഓപ്പോസിറ്റ് തുണി ആ ഏരിയൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ വലിയ ഷോപ്പുകൾ ഇതൊക്കെയാണ് നല്ല ഉള്ളത് മൊത്തം. അപ്പോൾ ഇങ്ങനത്തെ പൊതുവേ കച്ചവടം കുറവാണ്. എന്നാലും അങ്ങോട്ടേക്കൊക്കെ നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് എത്തിക്ക്. ഇവിടെ കള്ളത്താക്കോലുണ്ടാക്കുന്നവരോ നല്ല പണിക്കാരൻ ആൻസൊക്കെ ഉണ്ട് തിരുമുന്ന്. അങ്ങനെയെല്ലാം കൂടി നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മൾ എന്തേലും സ്ഥലത്തിൻ്റെ പേരും വിട്ടു എൻ്റെ പൊന്നളിയ മറ്റെന്തൊരു ഇവിടെ ഒരു പാലസ് ഉണ്ട്, എൻ്റെ ചാർമിനാറോ അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മളെ ഏരിയയിലുള്ള ആൾക്കാരും അത്രയ്ക്ക് തന്നെയാണ് വരും. പക്ഷേ ഇവിടെ മൊത്തം ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് ഏകദേശം ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഹിന്ദിക്കാർ, നോർത്ത് ഇന്ത്യൻസും, പിന്നെ തമിഴും മലയാളവും എല്ലാം ഉണ്ട്. പിന്നെ മലയാളികളുടെ കാര്യം പിന്നെ പറയണ്ട, അവിടെ പോയിട്ടുണ്ടാവും. ഒന്ന് ഉറക്കം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ആളെങ്കിലും ഓടി വരും. അതാണ് മലയാളിയുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ധൈര്യം കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നമ്മളെ ബഡ്ജറ്റൊക്കെ അറിയാമല്ലോ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ചിക്ക്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ 200 രൂപയ്ക്ക് 300 രൂപയ്ക്കൊക്കെ ശരീരം വിൽക്കുന്ന ആൾക്കാരുണ്ട്, വെടികളുണ്ട്. നമ്മളെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു വിളിച്ചുകൊണ്ടുപോകും, കൂട്ടിക്കൊണ്ടുപോകുന്നൊക്കെ. അങ്ങനത്തെ എന്താ പറയുന്ന വീഡിയോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ നേരിട്ട് വന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്താണ് ഇപ്പോൾ ഒരു സാധാരണക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ എന്നത് പണിയെല്ലാം കഴിഞ്ഞിട്ട് അവർക്കുള്ള സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ ടൗണിലേക്ക് ഇറങ്ങി അതെല്ലാം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് പോകുന്ന കുറേ സാധാരണക്കാരുടെ ലോകമാണ് ഈ പറഞ്ഞ ചിക്ക്പേട്ട് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ വിലക്കുറവുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഇവിടെ നല്ല ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ വൃത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു സ്ഥലം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ മജസ്റ്റിക് സ്റ്റാൻഡും അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയില്ല, അവിടെ ഇവിടെയൊക്കെ ഒരു അലമ്പായി കിടക്കില്ല. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല നീറ്റാണ്. അപ്പോൾ ആ സ്ഥലം ഏകദേശം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം. ഇവിടെ പൊളിഞ്ഞിരിക്കുക. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ വർക്ക് നടന്നുകൊടുക്കുന്നുണ്ട്, എന്തോ ഡ്രെയിനേജിൻ്റെ എന്തോ വർക്ക് നടന്നുകൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലോട്ടേക്കൊക്കെയാണ് നല്ല തിരക്കൊക്കെ ഉള്ളത്. അപ്പോൾ ആ തിരക്കെന്നൊക്കെ മാറി നിന്നിട്ടാണ് ഞങ്ങളോട് ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നെ കാണാനുള്ളത്. പിന്നെ വഴിയൊക്കെ തെറ്റിപ്പോയിക്കാനും ഞാൻ വണ്ടി വെച്ച സ്ഥലത്തേക്കൊക്കെയുള്ള വഴിയെല്ലാം തെറ്റിപ്പോയി. ഞാൻ ഒന്ന് കറങ്ങിയിട്ടൊക്കെ അടിച്ചിട്ടൊക്കെ അങ്ങോട്ടേക്ക് വന്നത്. അധികം ബുദ്ധിമുട്ടില്ല. എങ്ങോട്ടും കറങ്ങിയാലും ഇവിടെ തന്നെ ലാസ്റ്റ് എത്തുന്നതിനെ കൊണ്ട് വലിയ സീനൊന്നും ആയിരിക്കില്ല.
അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പാലസിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ സ്ഥലം കൂടെ ഉണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ വീഡിയോയ്ക്ക് 1 വ്യൂവേഴ്സാണ് കിട്ടിയത്, പക്ഷേ രണ്ടാമത്തെ വീഡിയോയ്ക്ക് 10 വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉയർച്ചകളുണ്ട്. അപ്പോൾ സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി. ഇനി നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് പോയി നോക്കാം.